ഇപ്പൊ പുച്ഛമാണ്. ഈ പോലീസുകാരെ കാണുന്നത് വെറുപ്പാണ് എല്ലാവരും കാണുന്നത്. 2023 ഏപ്രിൽ 1 ജോലിക്കിടയിൽ എറണാകുളം നോർത്ത് പാലത്തിന് താഴെ വിശ്രമിക്കുകയായിരുന്നു കാക്കനാട് സ്വദേശി റിനീഷ്. ഇത് ചോദ്യം ചെയ്ത അന്നത്തെ ടൗൺ CI പ്രതാപചന്ദ്രൻ റിനീഷിനെ കാരണമില്ലാതെ മർദ്ദിച്ചു. ഉച്ചയ്ക്കാണ് എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് പോയിരുന്നതാ. അപ്പൊ ഇങ്ങനെ ചോദിച്ചെന്തിനു ഇവിടെ എനിക്ക് അറിയില്ലായിരുന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ മുഖത്തിട്ടൊക്കെ അടിച്ചത്. ഫസ്റ്റ് ലാത്തിക്ക് കാലിലടിച്ചായിരുന്നു. വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ മുഖത്തിട്ട് അടിച്ചോണ്ടിരുന്നത്. സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കുറെ നേരം നിർത്തി, ഉച്ചവരെ നിർത്തി. പിന്നെ അതുകൊണ്ട് അവർ പറഞ്ഞ കാര്യത്തിൽ തടങ്ങിലാണ്, നിന്റെ പേരിൽ കേസൊന്നുമില്ല, മെഡിക്കൽ എടുത്ത് വിട്ട്, ഒന്നും പറയണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് കാലൊക്കെ വേദന ഉണ്ടായിരുന്നു, ഡോക്ടറെ കാണിച്ചു കൊടുത്തായിരുന്നു ഞാൻ. എന്റെ മുഖമൊക്കെ നല്ല മരവിപ്പുണ്ടായിരുന്നു. തല്ലിയതും CI ആണ്. വേറെ 2-3 പോലീസുകാരാണ് എന്റെ അടുത്ത് വന്ന് ചോദിച്ചത് ഇവിടെ ഇരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഇയാള് വന്ന് ചോദിച്ചിട്ട് എന്നെ തല്ലിയത്. വിടുന്നത് സാറിന്റെ അടുത്ത്, ഞാൻ എന്റെ വർക്ക് ചെയ്തിരുന്ന അവിടുത്തെ സാറിന്റെ അടുത്ത് എന്റെ ആധാർ കാർഡും അത് പ്രിന്റ് മറ്റേ കോപ്പിയൊക്കെ എടുത്തിട്ട് ജാമ്യത്തിൽ വിടുന്ന രീതിയിലാണ് വിട്ടത്. അപ്പൊ ചോദിച്ചായിരുന്നു കേസൊന്നുമില്ല, നിന്നെ വെറുതെ മറ്റേ കരുതൽ തടങ്കിൽ ഇരുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ട്. മുഖ്യമന്ത്രിക്കും DGPക്കും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും സംഭവത്തിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ കേവലം ഒരു പരാതിയായി മാത്രം ഇന്നും അവ അവശേഷിക്കുന്നു. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ നമുക്കൊരു ലെറ്റർ വന്ന വീട്ടിലേക്ക്, ഇന്ന ദിവസം ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഈ കളക്ടറേറ്റില്. അപ്പൊ അമ്മിച്ചി ഞാനും കൂടി ചെന്നായിരുന്നു പ്രാവശ്യം. നമ്മൾ ചെല്ലണ സമയത്ത് ഒരു ചെറിയൊരു കടലാസിൽ അടുത്ത 2 മാസത്തേക്കുള്ള ഡേറ്റ് എഴുതി തന്നിട്ട് ഇനി അടുത്ത ദിവസം വരാൻ പറഞ്ഞ് അങ്ങനെ ഒരു 6 പ്രാവശ്യം ചെന്ന്. എല്ലാ ദിവസവും ചെല്ലുമ്പോ ഇത് മാത്രം, വേറെ നമ്മളെ കുറിച്ച് കേസിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. ഇയാളും ഹാജരാവണമൊന്നുമില്ല. 6 പ്രാവശ്യം ഇതേപോലെ വന്ന്. പിന്നെ അമ്മിച്ചി പറഞ്ഞു, എടാ എനിക്ക് മടുത്തു തുടങ്ങി, കുറെ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ അതിവിടേക്ക് ചെല്ലണത്, ഇവരാരും മന്നൂല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ശരിയെന്ന് പറഞ്ഞു. പിന്നെ 2024 നവംബർ 11-ാം തീയതി 4-ാം തീയതി എന്തോ ഡേറ്റ് വന്നു. അന്ന് പോകാൻ പറ്റിയില്ല, അന്ന് മാത്രമേ പോകാത്തുള്ളൂ. അതിനു മുമ്പ് വരെ നിങ്ങൾ ചെല്ലുമായിരുന്നു, പക്ഷേ ഈ പ്രതിസ്ഥാനത്തുള്ള ആള് വരാറുണ്ടായിരുന്നില്ല. ഇതിന്റെ പുറകെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. പോലീസുകാരെ കാണുന്നത് വെറുപ്പാണ് എല്ലാവരും കാണുന്നത്. എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. കാര്യം എന്നാ, അന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നപ്പോ വേറൊരു പോലീസ് പറഞ്ഞാൽ നിന്നെ അവൻ തല്ലിയായിരുന്നു, അങ്ങനെ സ്നേഹത്തോടും ചോദിക്കണവരുണ്ട് കേട്ടാ, ഇല്ലാന്നല്ല. പക്ഷെ ഈ ഒരു സംഭവം കഴിഞ്ഞ പിന്നെ നമുക്കൊരു കൂടുതൽ ശരിക്കും ഒരു വെറുപ്പാണ് അവരോട്.